Hello dear students. നമ്മുടെ ടോപ്പിക് +1 മാത്സ് സെറ്റ് ചാപ്റ്ററിലെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ആണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ബി എനി സെറ്റ്, then the complement of A with respect to U is the set of all those elements of U which are not in A, denoted by A complement. A dash എന്ന് നിങ്ങൾക്ക് വായിക്കാം അല്ലേ? A dash എന്ന് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ A dash എന്നോ A cap എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ? U എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റും A എന്ന് പറയുന്നത് ഒരു നോർമൽ സെറ്റ്, അതായത് യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റും ആണെങ്കിൽ then the complement of A with respect to U, എയുടെ കോംപ്ലിമെന്റ് with respect to U, യൂണിവേഴ്സൽ സെറ്റിനെ ആസ്പദമാക്കി നമ്മൾ എയുടെ കോംപ്ലിമെന്റ് പറയുന്നത് ഇങ്ങനെയാണ്: set of all elements of U which are not in A, യുവിലുള്ള എല്ലാ എലമെന്റ്സും അല്ലെ, യുവിലുള്ള എല്ലാ എലമെന്റ്സും ആയിരിക്കും കോംപ്ലിമെന്റിൽ വരുന്നത്. പക്ഷേ അതിൽ എയിലെ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. യു മൈനസ് എ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് എ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ യുവിലെ എല്ലാ എലമെന്റ്സും വരണം, അതൊന്നും എയിലെ എലമെന്റ്സ് ആയിരിക്കാനും പാടില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ കോംപ്ലിമെന്റ് എന്ന് പറയുക. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ യു എന്ന് പറയുന്ന ഒരു സെറ്റും എ എന്ന് പറയുന്ന വേറൊരു സെറ്റും തന്നിട്ട് എ കോംപ്ലിമെന്റ് വിത്ത് റെസ്പെക്ട് ടു യു എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി അതിനകത്ത് എയിലെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. യു മൈനസ് എ, ഡിഫറൻസ് ഓഫ് യു ആൻഡ് എ അല്ലെ, ഡിഫറൻസ് ഓഫ് ടു സെറ്റ് നമ്മൾ പഠിച്ചിരുന്നു, അതിന്റെ പ്രോബ്ലം ചെയ്തിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. യു മൈനസ് എ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ എ കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലെ വിത്ത് റെസ്പെക്ട് ടു യു യൂണിവേഴ്സൽ സെറ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ യുയിലെ എലമെന്റ്സ് ഒക്കെ എഴുതിയിട്ട് അതിൽ നിന്ന് എയിലെ എലമെന്റ്സ് ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുക. അതാണ് എ കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ആണ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു. എയുടെയും എ കോംപ്ലിമെന്റിന്റെയും കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു 5 ആണ് കേട്ടോ. എ കോംപ്ലിമെന്റിലും എയിലും കോമൺ എലമെന്റ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5 ആണ്. അവിടെ കറക്ഷൻ ഉണ്ട്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, എയിലും എ കോംപ്ലിമെന്റിലും കോമൺ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 5 ആണ്. 5 കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യു ആണ്. 5 കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. അതുപോലെ തന്നെ യു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 5 ആണ്. യു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. Then ഡിമോർഗൻസ് ലോ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, കാരണം ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഡിമോർഗൻസ് ലോ, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ലോസ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നമുക്ക് പ്രോബ്ലം സെക്ഷനിൽ പോകുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ആണ് തന്നിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9.
എ എന്ന് പറയുന്ന ഒരു സെറ്റും ബിയും സിയും തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എ എന്ന് പറയുന്നത് 1 2 3 4, ബി എന്ന് പറയുന്നത് സെറ്റ് 2 4 6 8, സി എന്ന് പറയുന്നത് 3 4 5 6 അല്ലെ, 3 സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം, എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്, പിന്നെ ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോകാം. എ കോംപ്ലിമെന്റ്. ആദ്യമായിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടേ? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, എയിലെ എലമെന്റ്സ് ഒക്കെ വെട്ടിക്കളയുക, ബാക്കിയുള്ളതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ഇതാണ് 1 2 3 4 5 6 7 8 9. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എയിലെ എലമെന്റ്സ് മാറ്റണം. എയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്. അപ്പൊ 1 വെട്ടിക്കളയുക, 2 കളയുക, 3 കളയുക, 4 കളയുക. ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5 6 7 8 9. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 6 7 8 9 ആയിരിക്കും. എ കോംപ്ലിമെന്റ് നമുക്ക് യു മൈനസ് എ എന്ന് എഴുതാം കേട്ടോ. യു മൈനസ് എ കണ്ടുപിടിക്കുന്നത് ഇതുപോലെ തന്നെ. അടുത്തതായിട്ട് ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യു മൈനസ് ബി എന്ന് പറയാം. അതായത് യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക, അതിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് ഒക്കെ വെട്ടിക്കളയുക. 2 4 6 8 ഇത്രയും വെട്ടിക്കളയുക. ഏതൊക്കെയാണ്? 2 മാറ്റുക, 4 മാറ്റുക, 6 മാറ്റുക, 8 മാറ്റുക. ബാക്കിയുള്ളതൊക്കെ എഴുതുക. 1 3 5 7 9. ദെൻ നെക്സ്റ്റ് എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞപ്പോ നോക്കിയേ, ബി കോംപ്ലിമെന്റ് നമ്മൾ യു മൈനസ് ബി എന്ന് എഴുതുന്നില്ലേ, എ കോംപ്ലിമെന്റ് യു മൈനസ് എ എന്ന് എഴുതുന്നില്ലേ, അതുപോലെ തന്നെ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, യു മൈനസ് എ യൂണിയൻ സി എന്ന് എഴുതാം അല്ലെ. യു മൈനസ് എ യൂണിയൻ സി എന്ന് എഴുതാം. അപ്പൊ നോക്കുക, യു മൈനസ് എ യൂണിയൻ സി. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലെയും സിയിലെയും എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് എഴുതുക. എന്ത് വരും? 1 2 3 4 5 6. 3 4 ഇതാ ഇവിടെ ഉണ്ട്. നമ്മൾക്ക് അറിയാം സെറ്റിലെ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കമ്പൈൻ ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കരുത്. 1 2 3 4 5 6. അപ്പോൾ എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ആണ്. ഇനി യു മൈനസ് എ യൂണിയൻ സി, അതായത് എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക, അതിൽ നിന്ന് എ യൂണിയൻ സിയിലുള്ള എലമെന്റ്സ്, എ യൂണിയൻ സി ഇതാണ്, എ യൂണിയൻ സിയിലെ എലമെന്റ്സ് വെട്ടിക്കളയുക. അപ്പൊ 1 2 3 4 5 6 വെട്ടിക്കളയുക. ബാക്കിയുള്ളത് 7 8 9. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു സെറ്റ് 7 8 9. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ യൂണിയൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ഏതൊക്കെ വരും? 1 2 3 4 6 8 അല്ലെ. 2 4 ഇതാ ഇവിടെയുണ്ട്, കോമൺ എലമെന്റ് ആണ്, അത് ഒരു തവണ എഴുതിയാൽ മതി. സോ 1 2 3 4 6 8 എന്ന് പറയുന്നതാണ് എന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. 1 2 3 4 6 8. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക, അതിൽ നിന്ന് ഈ 1 2 3 4 6 8 അങ്ങ് മാറ്റിക്കളയുക. ബാക്കിയുള്ളത് എന്താണ്? 5 7 9. അപ്പൊ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്ത് വരും? സെറ്റ് 5 7 9. ദെൻ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. നമ്മളിപ്പോ ലോ പഠിച്ചായിരുന്നല്ലേ, എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എ ആണ്. അപ്പൊ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ദാ ഈ എ എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും കിട്ടുക. 1 2 3 4. അപ്പൊ നോക്കുക, അത് കണ്ടുപിടിക്കണമെങ്കിൽ യു മൈനസ് നോക്കിയ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ എന്നാണ്. അപ്പൊ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? യു മൈനസ് എ കോംപ്ലിമെന്റ് എന്ന് വരും. അതായത് യുവിൽ നിന്ന് എ കോംപ്ലിമെന്റിലെ എലമെന്റ്സ് വെട്ടിക്കളയുക. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് കാണാനാണ്. അപ്പൊ യുവിൽ നിന്ന് എ കോംപ്ലിമെന്റിലെ എലമെന്റ്സ്, ഇതാണ് എ കോംപ്ലിമെന്റ്. അപ്പൊ യുവിൽ നിന്ന് എ കോംപ്ലിമെന്റ്സിലെ എലമെന്റ്സ് വെട്ടിക്കളയുക. 5 6 7 8 9 വെട്ടിക്കളയുക. ബാക്കി എന്ത് കിട്ടും? 1 2 3 4 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ ലോ വെച്ച് തന്നെ ചിന്തിച്ചാൽ മതി. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ 1 2 3 4 എഴുതാം. നെക്സ്റ്റ് ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ്. ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി മൈനസ് സി ആയിരിക്കും. അതായത് ആദ്യം ബി മൈനസ് സിയിൽ വരുന്ന എലമെന്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി മൈനസ് സിയിലെ എലമെന്റ്സ് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള എടുക്കാം. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ ബി 2 4 6 8 ആണ്, സി 3 4 5 6 ആണ്. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലെ എലമെന്റ്സ് വരണം, പക്ഷെ അതിൽ സിയിലെ ആരും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുക. 2 4 6 8 തന്നിരിക്കുന്ന സെറ്റ് ബി 2 4 6 8.
അതിൽ സിയിലെ എലമെന്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളയുക. അതോ നോക്കി 4ഉം 6ഉം ഇല്ലേ, അപ്പൊ ബിയിൽ നിന്ന് 4ഉം 6ഉം അങ്ങ് വെട്ടിക്കളയുക. ബാക്കിയുള്ളതാണ് ബി മൈനസ് സി എന്ന് പറയുന്നത്. ബി മൈനസ് സി എന്ത് കിട്ടും? 4ഉം 6ഉം മാറ്റിയാൽ ബാക്കി 2/8 ആണുള്ളത്. അപ്പൊ ബി മൈനസ് സി 2/8 കിട്ടും. ഇനി ബി മൈനസ് സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എടുക്കുക, അതിട്ട് ബി മൈനസ് സിയിലെ എലമെന്റ്സ് അങ്ങ് വെട്ടിക്കളയുക. യൂണിവേഴ്സൽ സെറ്റ് എടുത്തിട്ട് ബി മൈനസ് സിയിലെ എലമെന്റ്സ് 2ഉം 8ഉം വെട്ടിക്കളയുക. ബാക്കിയുള്ളതാണ് ബി മൈനസ് സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയും. അപ്പോൾ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക, എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. u is equal to 1, 2, 3, 4, 5, 6, 7, 8. a is equal to 2, 4, 6, 8. b is equal to 2, 3, 5, 7. Verify that a union b the whole complement is equal to a complement intersection b complement and a intersection b the whole complement equal to a complement union b complement. Okay അല്ലേ? ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച 2 ലോ ആണ് ഇതായി എഴുതിയിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ഏതൊക്കെ വരും? സോറി, കോമൺ എലമെന്റ്സ് അല്ല, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതുക. കോമൺ എലമെന്റ്സ് നമ്മൾ ഇന്റർസെക്ഷനിലാണ് എടുക്കുന്നത്, യൂണിയൻ കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പോൾ എയിലെയും ബിയിലെയും എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 2, 4, 6, 8. കൂടാതെ ഇവിടെ എന്തുണ്ട്? 3, 5, 7 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 2, 3, 4, 5, 6, 7, 8 ഒരു ഓർഡറിൽ നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. 2, 4, 6, 8, 3, 5, 7 ആവുന്ന 2 റിപ്പീറ്റ് ചെയ്യേണ്ട, 2 തവണ ഉണ്ട്, റിപ്പീറ്റ് ചെയ്യേണ്ട. നമുക്കൊരു ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 2, 3, 4, 5, 6, 7, 8. അതായത് ഇതിനകത്ത് എലമെന്റ്സ് ചേർത്ത് എഴുതി. ഒന്നിൽ കൂടുതലുള്ള റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു 2 ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒറ്റ തവണ എഴുതിയാൽ മതി കേട്ടോ. സെറ്റിൽ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പൊ അത് ആലോചിക്കുക. അപ്പൊ എയും ബിയും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി, ഒരു ഓർഡറിൽ എഴുതി 2, 3, 4, 5, 6, 7, 8. ഇനി എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് അങ്ങ് മാറ്റുക. 2, 3, 4, 5, 6, 7, 8 മാറ്റുക. 2 മാറ്റി 3, 5, 4, 5, 6, 7, 8 അത്ര എലമെന്റ്സ് മാറ്റുക. ബാലൻസ് ഉള്ള ആരാണ്? 1 ആണ്. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 വരും. ശരിയല്ലേ? ഇനി എ കോംപ്ലിമെന്റ്, ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ള? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ്. അപ്പൊ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. യുവിൽ നിന്ന് എയിലെ എലമെന്റ്സ് ഒക്കെ വെട്ടിക്കളയുക. അപ്പൊ എന്ത് വരും? 2, 4, 6, 8 വെട്ടുക. 2, 4, 6, 8 വെട്ടുക. ബാക്കിയുള്ളത് 1, 3, 5, 7 ആണ് കേട്ടോ. 1, 3, 5, 7 ആണ്. അടുത്തത് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് ഒക്കെ വെട്ടിക്കളയുക. 2, 3, 5, 7 ഇത്രയും വെട്ടിക്കളയുക. ബാക്കിയുള്ളത് എന്താണ്? 1, 4, 6, 8 ആണുള്ളത്. അപ്പോൾ എ കോംപ്ലിമെന്റ് 1, 3, 5, 7 കിട്ടി. ബി കോംപ്ലിമെന്റ് 1, 4, 6, 8 കിട്ടി. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുത്ത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1 മാത്രമേ ഉള്ളൂ അല്ലെ. കോമൺ എലമെന്റ്സ് ആരേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 1 കിട്ടി. അതാ നിങ്ങൾ നോക്കൂ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് നമുക്ക് 1 കിട്ടി. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും 1 കിട്ടി. സെറ്റ് 1. അപ്പൊ രണ്ടും ഈക്വൽ അല്ലേ? സെറ്റ് 1 ഈക്വൽ ടു സെറ്റ് 1 എന്ന് പറയും. സോ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഡി മോർഗൻസ് ലോയുടെ ഫസ്റ്റ് ലോ നമ്മൾ വെരിഫൈ ചെയ്തു. Then second law, A intersection B the whole complement equal to A complement union B complement എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ A intersection B കണ്ടുപിടിക്കുക. A intersection B എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ആരാണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്? എ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, ബി എന്ന് പറഞ്ഞാൽ 2, 3, 5, 7. അപ്പൊ കോമൺ ആയിട്ടുള്ളത് 2 ആണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം A intersection B is equal to 2. ഇനി എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും നമ്മൾ? യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അതായത് യുവിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് വെട്ടിക്കളയുക. എ ഇന്റർസെക്ഷൻ ബിയിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ 2. ഇതിൽ നിന്ന് 2 വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ള ഏതൊക്കെയാ? 1, 3, 4, 5, 6, 7, 8. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1, 3, 4, 5, 6, 7, 8 വരും.
Then A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1357 ആണ്. B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1468 ആണ്. നെക്സ്റ്റ് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് എന്നാണ്. സോ A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. A കോംപ്ലിമെന്റിന്റെയും B കോംപ്ലിമെന്റിന്റെയും യൂണിയൻ ഇത് രണ്ട് സെറ്റും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരു തവണ എഴുതാവുള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചോളണം. 1 3 4 5 6 7 8 കമ്പൈൻ ചെയ്ത് എഴുതി. 1 3 4 5 6 7 8. ദാ നിങ്ങൾ നോക്കൂ, A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്താ കിട്ടിയേ? 1 3 4 5 6 7 8. A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് എന്താ കിട്ടിയേ? 1 3 4 5 6 7 8. കണ്ട, ഇത് രണ്ടും ഈക്വൽ ആയിട്ടല്ലേ കിട്ടിയത്. അപ്പൊ A ഇന്റർസെക്ഷൻ B ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഡി മോർഗൻസ് ലോയുടെ സെക്കൻഡ് ലോയും നമ്മൾ വെരിഫൈ ചെയ്തു. സോ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സെക്ഷൻ ഇത്രയേ ഉള്ളൂ. NCERT എക്സസൈസിൽ കോംപ്ലിമെന്റിന്റെ ഒരുപാട് പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. എല്ലാം ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് NCERT എക്സസൈസിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.